എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഏതൊരാളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയാകട്ടെ അതിൻ്റെ ഭാഗമായിട്ട് സജീവമായി നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അതിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിൽക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ആ പ്രസ്ഥാനത്തിന് ദോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കരുത് എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. ഇതിപ്പോൾ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ നാട്ടിലെ ഒരു ചാനൽ ഏഷ്യാനെറ്റ്, അത് ആരുടേതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. അദ്ദേഹം വെറും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം നിലവിൽ BJPയുടെ ഒരു MLA ആണ്. ഇതിനു മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പോലും വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വ്യവസായിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനെ കണ്ടെത്തി അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് രാജ്യസഭയിൽ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, അദ്ദേഹത്തിന് ഒരു രാജ്യത്തൊരു വില നൽകിയ ഒരു പ്രസ്ഥാനമാണ് BJPയും, ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. തീർച്ചയായും അങ്ങനെയുള്ളപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും BJPക്കോ ആ പരിവാർ പ്രസ്ഥാനങ്ങൾക്കോ പ്രധാനമന്ത്രിക്കോ ദോഷകരമായിട്ടുള്ള ഒരു വാക്ക് പോലും, ഒരു പ്രവർത്തനം പോലും വരാൻ പാടില്ലാത്തതാണ്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറയുന്നില്ല എന്ന് നമ്മൾക്ക് അറിയാം. അദ്ദേഹം പ്രധാനമന്ത്രിക്കോ BJPക്കോ എതിരായിട്ടൊന്നും പറയുന്നില്ല, പരിവാർ സംഘടനകൾക്കെതിരായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനൽ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എത്രമാത്രം വിഷലിപ്തമായ രീതിയിലാണ് BJPക്കും RSSനും സംഘപരിവാറിനും ഈ കേന്ദ്ര സർക്കാരിനുമെതിരെ വിദ്വേഷം പരത്തുന്നത്, വിഷം ചീറ്റുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ഒരിക്കലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹം അതിൻ്റെ മുതലാളി ആയ സ്ഥിതിക്ക് തീർച്ചയായും അദ്ദേഹത്തിന് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത് നമുക്കറിയാം. ഈ ഏഷ്യാനെറ്റ് ചാനൽ തുടക്കമിട്ടപ്പോൾ മുതൽ അതിനകത്തിൽ അന്തം കമ്മികളെ, DYFIയുടെ SFIയുടെയും നേതാക്കളായിട്ട് സംഘപരിവാറിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടന്ന് ആൾക്കാരെയാണ് അതിനകത്തിൽ റിപ്പോർട്ടർമാരായിട്ടും എല്ലാം എടുത്തത്. സിന്ധു സൂര്യകുമാർ ആയാലും, ഒരു പ്രശാന്ത് രഘുവംശം ആയാലും, വിനു B. ജോൺ ആയാലും, ഇതുപോലെ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവന്മാർ, ഇവരെ ആ ഒരു ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഇവരും അതിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം ചേർന്നു. അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് അന്നത്തെ മാനേജ്മെൻറ്റ് ഏഷ്യാനെറ്റ് വിറ്റു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലെത്തി, രാജീവ് ചന്ദ്രശേഖർ മേടിച്ചു. അപ്പോഴും ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന ഈ വിഷം ചീറ്റുന്ന വിഷസർപ്പങ്ങൾ ഇപ്പോഴും അതിനകത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ പറഞ്ഞു വിട്ടാൽ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അത് കൊണ്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇവരെ എടുത്തു കളയാൻ പറ്റുകയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഈ ഉത്തരവാദിത്വത്തിലൊക്കെ വന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ചാനലിൽ ഈ ന്യൂസ് ഹെഡായിട്ട് ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനത്തിനെ ദ്രോഹിക്കാത്ത ആരെയെങ്കിലും ഈ ന്യൂസിൻ്റെ ഹെഡായിട്ട് അവിടെ നിയമിക്കാം. എന്നിട്ട് ഈ വിനു B. ജോൺ ആണെങ്കിലും, ഈ വിദ്വാൻ എന്താണ്, ഒരു കുരുവംശം രഘുവംശം ഒരു വിദ്വാനുണ്ടല്ലോ ഡൽഹിയിൽ നിന്ന് കുറയ്ക്കുന്ന, അയാളെ പോലുള്ള വിനു B. ജോൺ, സിന്ധു സൂര്യകുമാർ, ഇതുപോലുള്ളവർക്ക് വിളിച്ച് പ്രത്യേക നിർദ്ദേശം കൊടുക്കാം. നിങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള വാർത്ത ചെയ്യണം, അല്ലാതെ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെയോ പ്രധാനമന്ത്രിയോ ദേശീയ പ്രസ്ഥാനങ്ങളായ RSSനെയും BJPയോ ഒന്നും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അതിനെ ടാർഗറ്റ് ചെയ്ത് വാർത്ത ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ന്യൂസ് ഹെഡ്
ഈ ദേശവിരുദ്ധനല്ലാത്ത അല്ലെ സംഘപരിവാർ വിരുദ്ധനല്ലാത്ത ഒരാളിനെ ന്യൂസിന്റെ ഹെഡായിട്ട്, ഇതിന്റെ ചാനലിന്റെ ഹെഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവരെയൊക്കെ നിയന്ത്രിക്കാം. ഇവര് ഇതേ രീതിയിലുള്ള വാർത്തകൾ തയ്യാറാക്കിയാൽ അവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ്. ഇതിനു മുമ്പ് ഈ ലൈവ് അല്ലാത്തത്, തത്സമയം അല്ലാത്തതൊക്കെ ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നത്, അത് വേണ്ടാന്ന് വെക്കാനുള്ള ഉത്തരവാദിത്വം ഈ ചാനലിന്റെ ഒരു തലവനായിട്ട്, ഒരു ദേശീയവാദിയായിട്ടുള്ള ഒരാളിനെ വെച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പൊ അത് നമ്മൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഈ അയാളുടെ പേരെന്തോ, ഉണ്ണി ബാലകൃഷ്ണൻ, അയാൾ നേരത്തെ ഏഷ്യാനെറ്റിലായിരുന്നു. അവിടെ നിന്ന് പോയി ജിഹാദികളുടെ ചാനലായ മീഡിയ വണ്ണിൽ ഇരുന്ന് രാജ്യത്തിനെതിരെ തന്നെ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വിദ്വാൻ, ഹിന്ദുക്കൾക്കും രാജ്യത്തിനും എതിരായി പരിപാടി നടത്തിക്കൊണ്ടിരുന്ന, എന്ന് വെച്ചാൽ ആ ചാനൽ എത്ര വേണ്ട അതേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്ന വിദ്വാനെ ഇപ്പോൾ തിരിച്ച് വീണ്ടും ഏഷ്യാനെറ്റിലോട്ട് കൊണ്ടുവന്നു. അയാൾ അവിടെ നിന്ന് സർജിക്കൽ സ്ട്രൈക്കിനകത്ത് കൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് കേട്ടോ, ഇത് കേട്ടോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, കേട്ടോ, ഞാൻ ഏഷ്യാനെറ്റിൽ മറ്റേതായിരുന്നു, കേട്ടോ, ഞാൻ പ്രധാനമന്ത്രിയുടെ മൂട്ടിൽ ബോംബ് വെക്കും, കേട്ടോ എന്നൊക്കെ കേട്ടോ കേട്ടോ എന്നും പറഞ്ഞ് നമ്മളെ വാർത്ത ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് രാജ്യവിരുദ്ധതയല്ലാതൊന്നും അയാൾ പറയുന്നില്ല. ഇപ്പോൾ രാജ്യത്തിനെതിരായിട്ട് പറയുന്നില്ലെന്നുണ്ടെങ്കിലും ഈ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പരിവാർ സംഘടനകൾക്കും BJPക്കും എതിരായിട്ടല്ലാതെ അയാളുടെ വാ തുറക്കാറില്ല. അയാളെയൊക്കെ വെച്ചാണ് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും മാന്യതയല്ല. അത് അദ്ദേഹം സ്വയം ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന് ഇതേപോലുള്ള പദവികൾ നൽകിയ പ്രസ്ഥാനത്തിനെതിരെ ഇതുപോലെ ദുഷിച്ച രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും ദുഷിച്ച വാർത്തകൾ ചെയ്യുന്നതും സത്യവിരുദ്ധമായ വാർത്തകൾ ചെയ്യുന്നതും ഒരിക്കലും എൻ്റെ ചാനലിൽ കൂടെ വരുന്നത് ശരിയല്ല, ധാർമ്മികമായി അത് തെറ്റാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ജന്തർ മന്ദറിൽ തന്നെ പാറ്റകളുടെ സമരം നടന്നു. നമ്മൾ എന്താണ് കണ്ടത്? അതിനകത്തിൽ എത്രമാത്രം വിഷം ചീറ്റുന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് വാർത്തകൾ നൽകിയത്. ആ രാജ്യവിരുദ്ധരുടെ, വിദ്യാർത്ഥികളുടെ പേരിൽ വാർത്ത സമരം നടത്തിയവരുടെ വാർത്ത ഏഷ്യാനെറ്റ് ഏത് രീതിയിലാണ് കൊടുത്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ ഓരോന്നും എടുത്തു നോക്കുക. ഇതെല്ലാം നേരത്തെ ഒരുത്തനുണ്ടായിരുന്നു, PG അവനിപ്പം റിപ്പോർട്ടറിൽ പോയിട്ടുണ്ട്. നേരത്തെ ഡൽഹിയിൽ പൗരത്വ രജിസ്റ്ററിനെതിരായിട്ട് ഒരു സമരം നടന്നപ്പോൾ അവനത് പറഞ്ഞത് എന്താണ്, നമ്മളെല്ലാം കേട്ടതാണ്. അതാണ്ട് ആ കത്തുന്നത് സംഘപരിവാറിൽപ്പെട്ടവർ അല്ലെങ്കിൽ രാജ്യസ്നേഹികളായിട്ടുള്ളവർ കത്തിച്ച മസ്ജിദാണെന്ന് പറഞ്ഞ് വ്യാജവാർത്ത കൊടുത്ത് രാജ്യം മൊത്തം കത്തിക്കാൻ ശ്രമിച്ചവനും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ട് പോലും അയാളെ എടുത്ത് കളയാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ ഒരു സംഭവത്തിൽ അയാളെ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് ഒരു രീതിയിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. കാരണം അയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അയാൾ നടത്തിയത്. രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കി രാജ്യം കത്തിക്കാനാണ് അവൻ ശ്രമിച്ചത്. അങ്ങനെയുള്ളവനെയൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ എന്ത് ആത്മാർത്ഥതയാണ് ഈ പ്രസ്ഥാനത്തിനോടുള്ളത്, എന്ത് ആത്മാർത്ഥതയാണ് ഈ രാജ്യത്തോടുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രസ്ഥാനം ഒരു സ്ഥാനം കൊടുത്തപ്പോൾ ആ പ്രസ്ഥാനത്തിന് ദ്രോഹകരമായിട്ടുള്ള ഒരു സംഭവം തൻ്റെ ഭാഗത്തു നിന്നോ തൻ്റെ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകരുത് എന്നുള്ള ചിന്ത വേണ്ടത് അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് സംഭവിക്കേണ്ട കാര്യമല്ല. നമ്മൾ നോക്കൂ, റിപ്പോർട്ടർ ചാനൽ, 24, മനോരമ ന്യൂസ്, മാതൃഭൂമി, ഇതുപോലുള്ള ചാനലുകളൊക്കെ ഇതിനകത്തിൽ ഇതൊക്കെ വ്യക്തികളുടെ ചാനൽ തന്നെയാണ്. അവരുടെ മാനേജ്മെന്റ് പറയുന്നതല്ലാതെ അതിനെതിരായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ CPM അനുകൂലമായിട്ട് അല്ലെ കോൺഗ്രസിന് അനുകൂലമായിട്ട്, BJP
എതിരായിട്ടുള്ള വാർത്തകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തികളുടെ ചാനലായിട്ട് ആ വ്യക്തികൾ ഇങ്ങനെ നിയന്ത്രിച്ചു വച്ചിരിക്കുന്നു. BJPക്കും രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്ന് നിർദ്ദേശം കൊടുത്തപ്പം അവരതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതോ, മീഡിയ വണ്ണിൻ്റെ കാര്യവും കൈരളിയുടെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മീഡിയ വൺ എപ്പോഴും ഈ ഇന്ത്യക്കെതിരായിട്ടും ഹിന്ദുക്കൾക്കെതിരായിട്ടും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരായിട്ടുമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുള്ളത് നമുക്കറിയാം. കൈരളിയാണേലും അതേപോലെ തന്നെ CPMൻ്റെ ചാനലായതുകൊണ്ട് അവർ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. വ്യക്തികൾ നടത്തുന്ന ഈ ചാനലുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മീഡിയ വണ്ണ് ജമാഅത്തെ ഇസ്ലാമിയുടേതും കൈരളി CPMൻ്റേതും ആയതുകൊണ്ട് അവരുടെ നയം അനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ഈ ചാനലുകളൊക്കെ ഏഷ്യാനെറ്റ് ആയാലും 24 ആയാലും മനോരമ ന്യൂസ് ആയാലും ഇതേപോലുള്ള ചാനലുകൾ അതിൻ്റെ മുതലാളിമാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ BJPക്കെതിരായിട്ടുള്ള വാർത്ത ചെയ്യുക, BJPക്ക് അനുകൂലമായിട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് വാർത്ത ചെയ്യണ്ട, ദേശീയതയെ കൂടുതലൊന്നും പൊക്കിക്കൊണ്ട് വരണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൽ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കുന്നില്ല? നിങ്ങൾ ദേശവിരുദ്ധർക്കൊപ്പം വാർത്ത ചെയ്യരുത്, ദേശീയതയ്ക്കെതിരായിട്ട് വാർത്ത ചെയ്യരുത്, ദേശീയ പ്രസ്ഥാനങ്ങളായ BJPക്കും RSSനും ഇതേപോലുള്ള സംഘടനകൾക്കും പരിവാർ സംഘടനകൾക്കും എതിരെ നിങ്ങൾ വാർത്ത ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം കൊടുക്കുന്നില്ല? ഇതിൻ്റെ തലപ്പത്തിരുന്ന പല വിദ്വാന്മാരുമുണ്ട്. നമുക്കറിയാം, ഏഷ്യാനെറ്റിൻ്റെ ഒരു ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു വിദ്വാൻ, പക്കാ അന്തംകമ്മി, രാജ്യത്തിനെതിരെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമോ, ഹിന്ദുക്കൾക്കെതിരെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമോ അങ്ങനെ നടക്കുന്ന ഒരുത്തൻ. അയാൾ കുറച്ച് നാൾ ഇതിൻ്റെ തലവനായിരുന്നു. പിന്നെ ഒരു MG രാധാകൃഷ്ണൻ, CPMൻ്റെ താത്വികാചാര്യൻ PG ഗോവിന്ദപിള്ളയുടെ മോനോ കൊച്ചുമോനോ അങ്ങനെ കണ്ടുള്ള ഒരു വിദ്വാനാണ്. ഇവന്മാരൊക്കെ ഇരുന്ന് ഇതിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ, രാജ്യവിരുദ്ധമാക്കാമോ അങ്ങനെ ശ്രമിച്ച ഒരു വഴിക്കാക്കി വെച്ചിരിക്കുന്നതിനെ നേർവഴിക്ക് നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരായിട്ടുള്ള ഈ പാർട്ടി പ്രവർത്തകരുടെയും ആഗ്രഹവും പ്രതീക്ഷയും അവരുടെ എല്ലാം പ്രാർത്ഥനയും. കാരണം അവരൊക്കെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, ഈ രാജ്യത്തിൻ്റെ സർക്കാരിനെ സ്നേഹിക്കുന്നവരാണ്, പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകാത്തതിലാണ് ഇത്തരം പ്രവർത്തകർക്ക് ഏറെ ദുഃഖം തോന്നുന്നത്. എൻ്റെ കാര്യം തന്നെ പറയാമല്ലോ, എനിക്കും വളരെയേറെ ദുഃഖമുണ്ട്. എനിക്ക് ഈ പരിവാർ സംഘടനകളിലൊന്നും, എനിക്ക് ദേശീയ പ്രസ്ഥാനങ്ങളിലൊന്നും എനിക്കിപ്പോൾ ചുമതലകളില്ല. എനിക്ക് നേരത്തെ ഞാൻ പലതിലും ചുമതല വഹിച്ചിട്ടുണ്ട്. BMSൽ ചുമതല വഹിച്ചിട്ടുണ്ട്, ഹിന്ദു ഐക്യവേദിയിൽ ചുമതല വഹിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിലുള്ളപ്പോൾ ദില്ലിയിൽ BJPയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ചുമതല വഹിച്ചിട്ടുണ്ട്. ദില്ലിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ചുമതലയും വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കേരളത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം ജന്മഭൂമിയുടെ പന്തളം ലേഖകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം നിരവധി തവണ പത്തനംതിട്ട ജില്ലാ ബ്യൂറോയിൽ അന്ന് ഉണ്ടായിരുന്ന ജില്ലാ ലേഖകൻ്റെ അസ്വകാര്യത്തിൽ ജില്ലാ ലേഖകൻ്റെ ചുമതല വരെ ഞാൻ ആ നില ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അവിടെ അത്രമാത്രം ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതാണ്. ഒരു രൂപ പോലും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല ഞാൻ പ്രവർത്തിച്ചത്. ജന്മഭൂമിയിൽ ഒരു 10-15 വർഷം പ്രവർത്തിച്ചപ്പോൾ തന്നെ എനിക്ക് എത്ര രൂപ എനിക്ക് ചിലവായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഒരു മാസം തുടക്ക സമയത്ത് 10,000-10,000 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. ഞാനൊരു ബിസിനസ് ഫോട്ടോ കോപ്പിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം ഉപയോഗിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. കാരണം എനിക്കറിയാം ജന്മഭൂമിയുടെ സാഹചര്യം എന്താണെന്ന് അറിയാമായിരുന്നു. വാർത്ത എടുക്കാൻ പോകുന്നതിന്, എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നതിനാകട്ടെ, ഫോൺ ചെയ്യുന്നതിനാകട്ടെ, എല്ലാ രീതിയിലും ഞാൻ ചിലവഴിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. പക്ഷെ അതിൽ നിന്നും എനിക്ക് തിക്താനുഭവം മാത്രമാണ് ജന്മഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. എന്നിട്ട് കൂടിയും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
പ്രസ്ഥാനത്തിനോടൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഞാൻ 10ാമത്തെ വയസ്സിൽ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ച ആളായതുകൊണ്ട് എനിക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ വിവിധ ക്ഷേത്രങ്ങളിൽ ചുമതല വഹിക്കുന്നവർ അവരെന്നെ ദ്രോഹിച്ചതിൽ ഞാൻ കാര്യമാക്കാറില്ല. കാരണം ഈ പ്രസ്ഥാനത്തിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം. എത്രമാത്രം ഈ ഈ പ്രസ്ഥാനത്തിനോട് ആത്മാർത്ഥത ഇല്ലാത്തവർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിത്വത്തിൽ വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ പ്രസ്ഥാനം വിട്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. ഈ പ്രസ്ഥാനത്തിലെ ചില ആൾക്കാർക്കെതിരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തിനോടുള്ള ആത്മാർത്ഥതയാണ്. അല്ല അതിൻ്റെ ചുമതലയോ ഒന്നുമല്ല. ഞാൻ പിന്നെ ഒരു ഇത് പറയാൻ കാരണം ഒരു യഥാർത്ഥ പ്രവർത്തകൻ്റെ വികാരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നെപ്പോലാണ് ഇതിനകത്തിൽ ഈ കോടാനുകോടി സാധാരണ പ്രവർത്തകരുടെ മനസ്ഥിതി. കാരണം ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ഒരു സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് എന്നെ പോലുള്ള കോടാനുകോടി ആൾക്കാർ ഈ പ്രസ്ഥാനത്തിലുള്ളത്. അത്തരക്കാരെ വേദനിപ്പിക്കുന്ന നടപടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ചാനലിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഈ വന്ദനം ന്യൂസ്. ഇത് തുടങ്ങി വെച്ചിട്ട് ഞാൻ മറ്റു പ്രസ്ഥാനത്തിലുള്ളവരെ ശരിക്കും വിമർശിക്കാറുണ്ട്. പക്ഷേ ഈ പരിവാർ സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയെ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേതൃത്വത്തെ ഞാൻ വിമർശിക്കാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനായിട്ട് എൻ്റെ പ്രസ്ഥാനത്തിന് ഒരു കൂടുതൽ ദ്രോഹം ഉണ്ടാകരുത്, പക്ഷെ അതിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കത്തില്ല എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇനിയാണെങ്കിലും എൻ്റെ ഈ ചാനലിൽ കൂടി ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ കാണിക്കുന്ന തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകും എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കൂടുതൽ ദ്രോഹകരമായ രീതിയിൽ എൻ്റെ പ്രസ്ഥാനത്തിനൊന്നും എന്നിൽ നിന്ന് സംഭവിക്കരുത് എന്നുള്ള ഒരൊറ്റ ചിന്താഗതി കൊണ്ടാണ് ഞാൻ ഈ രീതിയിലുള്ള നിലപാട് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പറയുകയല്ല, അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, നിങ്ങൾ ഇന്ന് വഹിക്കുന്ന സ്ഥാനം മാത്രമല്ല, നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം തന്ന ആ ഒരു മഹനീയമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് ഈ നാട്ടിലെ ഈ രാജ്യത്തെ കോടാനുകോടി ഈ പരിവാർ സംഘടനാ പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഇത്തരം സമീപനങ്ങൾ, ഇത്തരം വാർത്തകൾ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ദയവ് ചെയ്ത് ഇനിയെങ്കിലും പ്രക്ഷേപണം ചെയ്യരുത്, എയർ ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന, അപേക്ഷ എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ, നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രമാത്രം വേദനയുണ്ട്. താങ്കൾ ഈ പ്രസ്ഥാനത്തിൽ വന്നത് ഒരു സ്വയം സേവനായിട്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് താങ്കൾക്ക് ഈ പ്രസ്ഥാനത്തോട് അത്രമാത്രമേ ആത്മാർത്ഥത കാണൂ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ സ്വയം സേവകരായിട്ട് വന്നവരാണ്. ഞാൻ 10ാമത്തെ വയസ്സിൽ സ്വയം സേവനായിട്ട് ഈ പ്രസ്ഥാനത്തിൽ വന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഈ സ്വയം സേവകർക്ക് പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളിൽ ഉള്ള കാംക്ഷയില്ല, എന്നെപ്പോലുള്ളവർക്ക്, നിസ്വാർത്ഥമതികളായിട്ടുള്ളവർക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ വേദന എന്ന് പറയുന്ന ഈ പരിവാർ പ്രസ്ഥാനത്തിനെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് കോണിൽ നിന്ന് വന്നാലും ഞങ്ങളെ വേദനിപ്പിക്കും. നിങ്ങളുടെ ചാനലിൽ ഗം എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അത് പിന്നെ വിമർശനവും ആക്ഷേപവും ഒക്കെ, അത് ആക്ഷേപഹാസ്യമായിട്ട് കരുതുക. അതിനെ ഞാൻ കുറ്റം പറഞ്ഞാൽ അത് CPM ആയാലും BJP ആയാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രിയൊക്കെ ആക്ഷേപഹാസ്യത്തിൽ കൂടി വിമർശിക്കുന്നു, അത് സമ്മതിച്ചു. പക്ഷേ മറ്റുള്ള വാർത്തകൾ വിനു വി ജോൺ അല്ലെ പ്രശാന്ത് രഘുവംശം, ഉണ്ണി ബാലകൃഷ്ണൻ, ഇതേപോലുള്ള വിഷജന്തുക്കളെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം കുറച്ച് മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനോട് ആത്മാർത്ഥത കാണിക്കുക. അത്രമാത്രമാണ് ഒരു സാധാരണ പരിവാർ സംഘടനാ പ്രവർത്തകൻ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ പരിവാർ സംഘടനയെ സ്നേഹിക്കുന്ന ഒരു സാധാരണ കാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കളോട് അപേക്ഷിക്കാനുള്ളത്.
ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്തിൽ വരുന്ന വീഡിയോകൾ എല്ലാം പൂർണ്ണമായി കാണുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക.